ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജന്മപ്പെരുന്നാൾ 8 നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസന അധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. 8 നോമ്പ് പെരുന്നാൾ പ്രോഗ്രാം നോട്ടീസ് മെത്രാപ്പോലിത്ത പ്രകാശനം ചെയ്തു. പെരുന്നാൾ കൊടിയാശീർവാദത്തിന് ശേഷം ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർക്ക് കൈമാറി. മതഭാവ ശുശ്രൂഷകരുടെ അകമ്പടിയോടെ കൊടിമരത്തിലേക്ക് പ്രവേശിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദേവമാതാവിന്റെ മധ്യസ്ഥ യാചിച്ചുകൊണ്ടുള്ള 8 നോമ്പ് ആചരണം നടക്കുന്നത്. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാനശുശ്രൂഷ എന്നിവ നടക്കും. സെപ്റ്റംബർ 1 തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിം മോർ കൂറിലോസ് ബാവായുടെയും ബസേലിയോസ് പൗലോസ് ദിയൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെയും അനുസ്മരണം നടക്കും. വൈകിട്ട് 42ാം സുവിശേഷ യോഗം ഫാദർ ജേക്കബ് മഞ്ചലി വചന സന്ദേശം നൽകും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7 സുവിശേഷ യോഗവും 5-ാം തീയതി രാത്രി മുട്ടുകതൽ വഴിപാട് നടക്കും. 7-ാം തീയതി രാത്രി 7 പ്രസിദ്ധവും ഭക്തിനിർഭരമായ 8 നോമ്പ് റാസ, ദേവമാതാവിന്റെ വിശുദ്ധ സൂനോറ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8 രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ബേസിൽ പോൾ റംബാൻ കാർമുഖത്വം വഹിക്കും. പ്രദക്ഷിണം, നരസദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 51 അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ സമയത്തും നാളുകളും നേരങ്ങളും കാലങ്ങളും ഈ ക്രിസ്തു നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകും. ആവർത്തനം 23-24 നേർന്നത് പോലെ കഴിക്കണം. നേരാതിരിക്കുക പാപമല്ല, നേരുന്നതും പാപമല്ല. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതാണ് പാപം. അപ്പോസ്തലൻ പ്രവർത്തനം 18:18 കെംഗ്രിയായെന്ന് വെച്ച് തല ക്ഷൗരം ചെയ്യണമെന്ന് പൗലോസ് അപ്പോസ്തലന് ഒരു നേർച്ചയുണ്ട്. അദ്ദേഹം അത് നിറവേറ്റി. പൗലോസ് അപ്പോസ്തലൻ നേർച്ച നേർന്നു, നിറവേറ്റി. കെംഗ്രിയായെന്ന് വെച്ചാൽ എന്താ നേർച്ച? തല കൊണ്ടുതന്നെ. അത് നേർച്ചയാണ്. നമുക്ക് നേർച്ച നേരിടുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്താണോ നീ നിന്റെ അധരം കൊണ്ട് സംസാരിച്ച് ചിന്തിച്ചിരുന്നു, നീ പ്രവർത്തിക്കുന്നു, അതുപോലെ നീ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നേർച്ച ചെയ്യുവാൻ തക്ക വിധം നാം ഒരുങ്ങുകയാണ്. അതിന് പടിയുയർത്തി അതിൽ പരിശുദ്ധ അമ്മയുടെ കൃപ പ്രാപിക്കുന്ന ദിവസങ്ങളാണ്. 8 ദിവസം നോമ്പെടുക്കുന്നുണ്ട്. നോമ്പെന്ന് പറഞ്ഞാൽ ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എടുക്കുന്നതാണ് നോമ്പ്. നോമ്പെന്തിനും എടുക്കുന്നത്? അതിപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നോമ്പ് നേർച്ചയുണ്ട്, അതുകൊണ്ടാണ്. നേർച്ച നേരുന്നതിന് കുഴപ്പമില്ല, നേർച്ച നേരുന്നതിന് കുഴപ്പമില്ല, നേർച്ച നേരാതിരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നവനെ ദൈവം പിടിക്കും. ആവശ്യമില്ലാത്ത നേരത്തെ നേരം നമ്മുടെ തല ചോങ്ങാത്ത ചുമടെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ചയെ അനുഗ്രഹീതമായ ദിവസമാക്കി തീർക്കുവാൻ നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത എഴുന്നള്ളി വന്നു. ഇന്നലെയും ഇന്നുമായി കടന്നു വന്നു. അവർ വളരെ നല്ല രീതിയിൽ അത് ആരാധിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ്. നല്ല രീതിയിൽ അത് പഠിച്ച് എന്താണോ അത് ചൊല്ലുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ്. സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ